നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിഷയത്തെക്കുറിച്ചാണ്. ശൈത്യകാലവും രക്തസമ്മർദ്ദവും. തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രക്തസമ്മർദ്ദത്തിൽ അഥവാ BP-യിൽ ഉണ്ടാകുന്ന വ്യതിയാനം. പുറത്തെ അന്തരീക്ഷ താപനിലയും നമ്മുടെ രക്തസമ്മർദ്ദവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശൈത്യകാലത്ത് താപനില കുറയുമ്പോൾ BP ഉയരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ BP കുറവായും കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് ശൈത്യകാലത്ത് BP കൂടുന്നത്? ഇതെങ്ങനെ നിയന്ത്രിക്കാം? ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം? ഇതെല്ലാം വിശദമായി ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ശൈത്യകാലത്ത് BP കൂടുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി വാസോ കൺസ്ട്രിക്ഷൻ, അതായത് തണുപ്പിനെ പ്രതിരോധിക്കുവാനും ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ഇങ്ങനെ രക്തക്കുഴലുകൾ ചുരുങ്ങുമ്പോൾ അതിലൂടെയുള്ള രക്തയോട്ടത്തിന് തടസ്സം നേരിടുകയും രക്തം പമ്പ് ചെയ്യുവാൻ ഹൃദയം കൂടുതൽ ശക്തി പ്രയോഗിക്കേണ്ടതായും വരുന്നു. ഇത് നേരിട്ട് രക്തസമ്മർദ്ദം ഉയരുവാൻ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം ഹോർമോൺ വ്യതിയാനങ്ങളാണ്. ശൈത്യകാലത്ത് നമ്മുടെ ശരീരത്തിലെ നോറഡ്രിനാലിൻ, കാറ്റോകൊളമൈൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും BP ഉയരുവാൻ കാരണമാകും. ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല, ശൈത്യകാലത്ത് നമ്മുടെ ശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുവാൻ ഒരു പ്രധാന കാരണമാണ്. വേനൽക്കാലത്തെ അപേക്ഷിച്ച് ശൈത്യകാലത്ത് നമ്മളിൽ പലരുടെയും ശാരീരിക അധ്വാനം വളരെ കുറവായിരിക്കും. തണുത്ത അന്തരീക്ഷം കാരണം നടക്കുവാനും വ്യായാമം ചെയ്യുവാനും പലരും മടി കാണിക്കുന്നു. ഇത് നമ്മളെ ഒരു നിഷ്ക്രിയമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. എന്നാൽ ഓർക്കുക, ശാരീരികമായ ഈ നിഷ്ക്രിയത്വത്തിന് രക്താതിമർദ്ദവുമായി ശക്തമായ ബന്ധമുണ്ട്. പതിവായി വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും. ശൈത്യകാലത്ത് ഈ ശീലങ്ങൾ മുടങ്ങുമ്പോൾ സ്വാഭാവികമായും രക്തസമ്മർദ്ദം നിയന്ത്രണാതീതമാകുവാൻ സാധ്യതയുണ്ട്. ഭക്ഷണരീതിയും മാനസിക സമ്മർദ്ദവും അതുപോലെ പ്രധാനമാണ്. ശൈത്യകാലത്തെ യാത്രകൾ, മറ്റ് തിരക്കുകൾ എന്നിവ മാനസിക സമ്മർദ്ദം കൂട്ടാറുണ്ട്. കൂടാതെ ആഘോഷവേളകളിൽ ഉപ്പും കൊഴുപ്പും കൂടിയ ഭക്ഷണം കഴിക്കുവാനുള്ള പ്രവണതയും നമ്മൾ കാണിക്കുന്നു. ഇത്തരത്തിൽ സോഡിയം അമിതമായി ഉള്ളിലെത്തുമ്പോൾ ശരീരത്തിൽ വെള്ളം പിടിച്ചു നിർത്തുന്ന അവസ്ഥ, അതായത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായി രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നു. തണുപ്പ് കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ജലദോഷം, പനി, ശ്വാസകോശ അണുബാധകൾ എന്നിവയും BP കൂടുവാൻ കാരണമാകാറുണ്ട്. ഇത്തരം അണുബാധകളെ ശരീരം പ്രതിരോധിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും ശരീരത്തിൽ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതും രക്തസമ്മർദ്ദം ഉയരുവാനുള്ള കാരണമാകുന്നു. പ്രത്യേകിച്ച് നിലവിൽ BP ഉള്ളവരിൽ ഇത്തരം അസുഖങ്ങൾ ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും അധിക സമ്മർദ്ദം നൽകി അപകട സാധ്യത വർദ്ധിപ്പിക്കുവാൻ ഇടയുണ്ട്. ഇനി ശൈത്യകാലത്ത് BP നിയന്ത്രിക്കുവാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാമെന്ന് നോക്കാം. കൃത്യമായി വസ്ത്രം ധരിക്കുക. തണുപ്പിനെ പ്രതിരോധിക്കുവാനും ശരീര താപനില നിലനിർത്തുവാനും ഒന്നിലധികം പാളികളായി വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇത് രക്തക്കുഴലുകൾ അമിതമായി ചുരുങ്ങുന്നത് തടയുന്നു. തൊപ്പി, സ്കാർഫ്, തെർമൽ സോക്സ് എന്നിവ ഉപയോഗിച്ച് കൈകാലുകൾ തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നതും ഹൃദയത്തിന് ആയാസം കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ പെട്ടെന്ന് വളരെ തണുത്ത അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം. ഇത്തരം മാറ്റങ്ങൾ രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുവാൻ കാരണമായേക്കാം. വീടിനുള്ളിൽ തന്നെ സജീവമായിരിക്കുവാൻ ശ്രമിക്കുക. പുറത്തിറങ്ങി നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യോഗയോ ലഘുവായ വ്യായാമങ്ങളോ ട്രെഡ്മിൽ നടത്തുമോ വീട്ടിനുള്ളിൽ തന്നെ ശീലമാക്കുക.
വിയർപ്പിലൂടെ ശരീരത്തിലെ അധിക ലവണങ്ങൾ പുറന്തള്ളുവാനും ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കും. ഭക്ഷണ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പഴങ്ങൾ, പച്ചക്കറികൾ, പൊട്ടാസ്യം അടങ്ങിയ വാഴപ്പഴം, ചീര എന്നിവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. പ്രോസസ്ഡ് ഭക്ഷണങ്ങളും അമിതമായ മദ്യപാനവും ഒഴിവാക്കണം. ഇതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കണം. തണുപ്പ് കാലത്ത് പൊതുവെ ദാഹം കുറവായതുകൊണ്ട് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് രക്തം കട്ടിയാകുവാനും ഹൃദയത്തിന് കൂടുതൽ ജോലിഭാരം നൽകുവാനും ഇടയാക്കും. അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇവ കൂടാതെ മറ്റ് ചില മുൻകരുതൽ കൂടി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഫ്ലൂ പോലുള്ള അണുബാധകൾ ഒഴിവാക്കുവാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫ്ലൂ ഷോട്ട് എടുക്കാവുന്നതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ധ്യാനമോ ശ്വസന വ്യായാമങ്ങളോ ചെയ്യുക. കഫീനും മദ്യവും നിയന്ത്രിക്കുക. ശൈത്യകാലത്ത് BP-യിൽ വ്യതിയാനങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വീട്ടിൽ വച്ച് തന്നെ BP പരിശോധിച്ച് റീഡിങ്ങുകൾ കുറിച്ചുവെക്കുന്നത് ചികിത്സയിൽ ഏറെ സഹായകരമാകും. ശൈത്യകാലത്ത് വൈറ്റമിൻ D ലെവലുകൾ കുറയുന്നുവെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ സൂര്യപ്രകാശം മതിയായ അളവിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ D സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യണം. ഹൃദയാരോഗ്യത്തിലും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിലും വൈറ്റമിൻ D നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ചിലർക്ക് സപ്ലിമെൻറ്റേഷൻ ഗുണകരമായേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശൈത്യകാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായും അതിരാവിലെയോ വൈകുന്നേരമോ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പോകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം വീടിനുള്ളിൽ തന്നെ വ്യായാമം മുടക്കാതെ ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ വീട്ടിൽ വെച്ച് തന്നെ BP പരിശോധിച്ച് റീഡിങ്ങുകൾ രേഖപ്പെടുത്തി വയ്ക്കുക. മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് മുടക്കുകയോ മാറ്റുകയോ ചെയ്യരുത്. ഇതുകൂടാതെ വീട്ടിൽ ഉള്ള പ്രായമായവർക്ക് മുറിക്കുള്ളിൽ മതിയായ ചൂട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയതെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ ശൈത്യകാലത്തും ഹൃദയാരോഗ്യം സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കും. ബാഹ്യ താപനിലയിലെ മാറ്റങ്ങൾ, ശാരീരിക പ്രവർത്തനത്തിലെ കുറവ്, ഹോർമോണുകളിലെ വ്യതിയാനം, വൈറ്റമിൻ Dയുടെ അളവ്, കൊളസ്ട്രോൾ എന്നിവയാണ് ഈ കാലയളവിൽ രക്തസമ്മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. എന്നിരുന്നാലും ശരീരത്തെ ചൂടോടെ നിലനിർത്തുക, സജീവമായ ജീവിതശൈലി പിന്തുടരുക, ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, വൈദ്യോപദേശം കൃത്യമായി അനുസരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശൈത്യകാലത്തും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.